ശശിയേട്ടാ നമസ്കാരം. ഞാൻ വന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ആദ്യം പോകാം. അതായത് ഇവിടെ ജോലികളൊക്കെ ഇഴഞ്ഞു നീങ്ങുകയാണ് എന്ന തരത്തിലൊരു പ്രചരണം, ഒരു വാർത്തകൾ പ്രചരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ വസ്തുത ഒന്ന് പുറം ലോകത്തോട് പറയാൻ വേണ്ടിയാണ് ഈ അവധി ദിനത്തിൽ, ഈസ്റ്റർ ദിനത്തിൽ തന്നെ വന്നത്. ഇപ്പോഴും നമുക്കിവിടെ 1300 തൊഴിലാളികൾ പണിയെടുക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഏത് വിധേനയും ഈ പ്രോജക്റ്റിൻ്റെ ഒരു ശോഭ കെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടോ? ടൗൺഷിപ്പ് വലിയ അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ലോകം തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ദുരന്ത നിവാരണ പുനരധിവാസ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ നിസ്സാരവൽക്കരിക്കാനും ഒന്നും നടന്നില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ വ്യഗ്രതയാണ് ചില മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയ കേന്ദ്രങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗവൺമെൻറ് ലക്ഷ്യമാക്കിയിരിക്കുന്നത് അടുത്ത മഴക്കാലത്തിന് മുമ്പായിട്ട് മെയ് അവസാനമാകുമ്പോഴേക്ക് 410 വീടുകളും പൂർത്തീകരിച്ച് താമസം ഉറപ്പിക്കാൻ ആവശ്യമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. രാവും പകലും അവധി ദിവസങ്ങളൊന്നും വ്യത്യാസമില്ലാതെ ഇവിടെ എല്ലാ സമയത്തും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലാണ് ആ ഉത്തരവാദിത്വം ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഏറ്റെടുത്തിരിക്കുന്നത്. തൊഴിലാളികളും വലിയ രീതിയിലാണ് എന്നോട് സഹകരിക്കുന്നത്. സാധാരണ ഒരു തൊഴിലാളി എന്നതിലപ്പുറത്ത് ഞങ്ങൾ ചെയ്യുന്ന ജോലി ദുരന്തമുണ്ടായ ഒരു ജനവിഭാഗങ്ങളെ ആകെ ചേർത്ത് പിടിക്കാനും അവരെ സഹായിക്കാനുമെന്ന രീതിയിലേക്ക് പോലും അവർ ചിന്തിക്കുന്നുണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സ്വാഭാവികമായിട്ടും ആസാം ബംഗാൾ തിരഞ്ഞെടുപ്പുള്ളതുകൊണ്ട് കുറച്ച് തൊഴിലാളികൾ, അവരുടെ നാട്ടിൽ തിരഞ്ഞെടുപ്പല്ലേ, വളരെ കുറച്ച് തൊഴിലാളികളെ അങ്ങോട്ട് പോയിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം മറ്റ് പ്രദേശങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്. മലയാളികളായ തൊഴിലാളികളുമുണ്ട്. വലിയ രീതിയിൽ വലിയ ഉത്തരവാദിത്വത്തോടു കൂടി സമയബന്ധിതമായി ഈ പ്രവർത്തനം പൂർത്തീകരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നാടാകെ അറിയാം. ഇവിടെ എത്രയോ ആൾക്കാർ ദിവസം വരികയാണ്. കേരളത്തിൻ്റെ പല മേഖലകളിൽ നിന്നും, കർണാടകയിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നുമൊക്കെയുള്ള ആൾക്കാർ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടിത് മാറിയ പോലെയാണ്. ആളുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എത്ര നുണ വിളിച്ചു പറഞ്ഞാലും നേരിട്ട് കാണുന്ന ജനങ്ങൾക്ക് ഒരിക്കലും അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് നുണകൾ വിളിച്ചു പറഞ്ഞാൽ അത് സത്യമാവുമെന്നുള്ള തെറ്റായ ധാരണയാണ് ചില വലതുപക്ഷ മാധ്യമങ്ങളും അതുപോലെ തന്നെ വലതുപക്ഷ രാഷ്ട്രീയ കേന്ദ്രങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ജനം തള്ളിക്കളയും. വേറെ കാര്യമുണ്ട്. ഇപ്പോൾ ഇന്നലെ നമ്മൾ ഈ കണക്കുകളാണല്ലോ ഇപ്പോൾ പ്രധാനമായി നിൽക്കുന്നത്. ഇന്നലെ കോൺഗ്രസ് വീട് നിർമ്മിക്കാൻ വേണ്ടി പിരിച്ച പണത്തിൻ്റെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. 5 കോടി രൂപയാണ് അവർക്ക് പിരിക്കാൻ കഴിഞ്ഞത്. ആ തുക തികഞ്ഞില്ല. ഇനി വീട് പണിയാൻ കാശില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അവർ ഇന്നലെ പുറത്തുവിട്ട കണക്കുകളിൽ ഒരുപാട് പൊരുത്തക്കേടുകളില്ല. അത് കള്ളക്കണക്കാന്ന് ആർക്കപ്പോൾ സംശയമുള്ളത്? ആളുകളെ പറ്റിക്കാനും ദുരന്തബാധിതരുടെ കണ്ണീര് വിറ്റ് പണമുണ്ടാക്കി, ഫണ്ടുണ്ടാക്കി, ആ ഫണ്ട് ദുരുപയോഗം ചെയ്യുകയും തട്ടിപ്പ് നടത്തുകയും ചെയ്തതാണെന്ന് ലോകത്തിലെല്ലാവർക്കും അറിയാം. ഏത് ആൾക്കാർക്കറിയാം. മലയാളികളായ അരിഭക്ഷണം കഴിക്കുന്ന മുഴുവൻ ആൾക്കാരും അത് വിശ്വസിക്കില്ല. കോൺഗ്രസ്സുകാർ രാഷ്ട്രീയമായിട്ട് ചിലപ്പോൾ അതിനെ പിന്തുണയ്ക്കുമായിരിക്കും. അതിലപ്പുറത്തേക്ക് അതിനാരും പിന്തുണയ്ക്കില്ല നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ നമ്മൾ കാണേണ്ടത് എത്രമാത്രം തെറ്റായ ഒരു പ്രവണതയാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ആലോചിക്കുന്നതിന് വേണ്ടി യോഗം വിളിച്ചു ചേർത്തപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അതിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി അതിൽ പങ്കെടുത്തു. അവരെല്ലാവരും സഹായ വാഗ്ദാനം ചെയ്തു. പിന്നീട് അവരെല്ലാം പിൻവാങ്ങി. അത് അവരുടെ ഇഷ്ടം, അവരുടെ രാഷ്ട്രീയ തീരുമാനം. ഗവൺമെൻറ്റിന് പൈസ കൊടുക്കരുതെന്ന് അവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. കേന്ദ്രം നമ്മളെ സഹായിക്കാതിരുന്നു. ഈ അവസ്ഥയെല്ലാം ഉണ്ടായിട്ടും കേരളത്തിലെ ഗവൺമെൻറ് ജനങ്ങളെ ചേർത്ത് പിടിച്ച് അവരുടെ പിന്തുണയോടുകൂടി 750 കോടി രൂപ ബജറ്റിലൂടെ മാറ്റിവെച്ച് ടൗൺഷിപ്പ് പണി അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ തടസ്സങ്ങളുണ്ടായിരുന്നു. എസ്റ്റേറ്റ് മാനേജ്മെൻറ്റ് കോടതി പോയി, സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു. കുറേ സമയം നീണ്ടി വന്നു. അവസാനം പണി ഇവിടെ ആരംഭിക്കുന്ന ദിവസം ഏപ്രിൽ 16-ാം തീയതി കഴിഞ്ഞ് പണി ആരംഭിക്കുകയായിരുന്നു. അന്ന് സ്ഥലം MLA കൂടിയായിട്ടുള്ള ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ആൾക്കാർ INTC തൊഴിലാളികളെ പറഞ്ഞുവിട്ട് ഇത് തടയാൻ വേണ്ടി നോക്കി. കാരണം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എന്നുള്ള വാദഗതിയാണ് ഉന്നയിച്ചിരുന്നത്. അപ്പോഴേ ഞങ്ങളെല്ലാം വന്ന് പറഞ്ഞു തൊഴിലാളികളെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പരിപാടി LDF ഗവൺമെൻറ് ഉണ്ടാവില്ല. തൊഴിലാളികളുടെ മുഴുവൻ കാര്യങ്ങൾ ഏറ്റെടുക്കും, യാതൊരു സംശയവുമില്ല. അത് കൊടുക്കേണ്ടത് മാനേജ്മെൻറ്റാണ്. ഇത് സർക്കാരിൻ്റെ തലയിലിടാനായിരുന്നു INTC തൊഴിലാളികളും അതുപോലെ തന്നെ സ്ഥലം MLA ഉൾപ്പെടെയുള്ള ആൾക്കാർ ശ്രമം നടത്തിയിരുന്നത്. അവസാനം കോടതി വിധി പ്രകാരം മാനേജ്മെൻറ്റ് കൊടുത്ത കാശിൽ നിന്ന് തൊഴിലാളികളുടെ മുഴുവൻ ആനുകൂല്യങ്ങളും കൊടുത്തു നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ സന്ദർഭത്തിലെല്ലാം കോൺഗ്രസ് പ്രചരിപ്പിച്ചിരുന്നത് ഞങ്ങൾ 230 വീട് കൊടുക്കുന്നതാണ്. 230 വീടെന്ന രീതിയിലാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥലം MLA കൂടിയായിട്ടുള്ള UDFൻ്റെ സ്ഥാനാർത്ഥി നിരന്തരം പറഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോൾ തുടങ്ങും, അടുത്ത ആഴ്ച തുടങ്ങും, തൊട്ടപ്പുറത്തെ ആഴ്ച തുടങ്ങും. കുതിരോട്ടം വെപ്പ് പറയുന്ന പോലെയാണ് ഇപ്പം ശരിയാക്കാമെന്ന് സിനിമയിൽ പറഞ്ഞ പോലെ ഒരു വിഡ്ഢിവേഷം കെട്ടുകയായിരുന്നു. ഇവര് കോൺഗ്രസ്സുകാർ നമ്മളോട് പറഞ്ഞ എന്താണ്, കൂടുതൽ സുതാര്യമാക്കാൻ വേണ്ടി നമ്മൾ ആപ്പ് ഉണ്ടാക്കി. ഇപ്പോൾ ആപ്പും ഇല്ല, അതെ, ആപ്പ് വഴി
അതിൻ്റെ സ്ക്രീൻഷോട്ട് വഴി മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്ന 54 കോടി രൂപ അവർക്ക് കിട്ടിയെന്നാണ്. ഇപ്പോൾ സണ്ണി ജോസഫ് പറയുകയാണ് 5 കോടിയേ കിട്ടിയുള്ളൂ. പിന്നെ എന്തിനാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുവന്ന് ഇവിടെ അപമാനിച്ചിരിക്കുന്നത്? അല്ല, നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്താണ്, പണി തുടങ്ങി. അതെ, പണി തുടങ്ങി എന്നുള്ള കള്ളം വിളിച്ചു പറഞ്ഞു അവിടുന്ന്. ഇതൊക്കെ നാട് കാണുന്നില്ലേ? വി ഡി സതീശനെ പോലെയുള്ള ഒരാൾ, അയാളുടെ രാഷ്ട്രീയ നിലപാടൊക്കെ മറ്റു കാര്യങ്ങൾ, പക്ഷേ നമ്മുടെ പ്രതിപക്ഷ നേതാവല്ലേ, അതിനൊരു ബഹുമാന്യതയില്ലേ? അദ്ദേഹം ഇങ്ങനെ കള്ളം വിളിച്ചു പറയുമ്പോൾ നാട്ടിലാകെ ജനങ്ങളിത് വിശ്വസിക്കുന്നതാണ് അദ്ദേഹം കരുതിയിരിക്കുന്നത്. അതെല്ലാം പൊളിഞ്ഞു. ഭൂമി മേടിച്ച് 5 കോടി രൂപയ്ക്കാന്ന് പറഞ്ഞു. രജിസ്ട്രേഷൻ ഓഫീസ് ചെന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ 3,21,00,000 54 കോടി രൂപ പിരിച്ചിട്ടുണ്ട് എന്ന് സ്ക്രീൻഷോട്ട് തന്നെ വന്നു. 150 കോടിയോളം പിരിച്ചിട്ടുണ്ടെന്ന് ഒരു ഭാഗത്ത് വന്നു. അന്ന് ഇവിടുത്തെ സ്ഥലം MLA കൂടിയായിട്ടുള്ള UDF സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും ഈ ഫണ്ട് ഉപയോഗിച്ചാന്ന് വലിയ ആക്ഷേപം പത്രങ്ങളിൽ വന്നു. യാതൊരു മറുപടിയും പറയുന്നില്ല, ഒന്നും മിണ്ടുന്നേ ഇല്ല. എന്തെല്ലാം രീതിയിൽ തട്ടിപ്പ് വെട്ടിപ്പാട് നടത്തുമെന്ന് ആലോചിച്ച് നോക്ക്. ദുരന്തബാധിതരുടെ കണ്ണീര് വിറ്റ് അവരുടെ മൃതദേഹങ്ങൾ കിടക്കുന്നത് നമ്മളെല്ലാം വേദനിപ്പിച്ചതാണ്. അതിനെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഈ പണം സംഘടിപ്പിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇങ്ങനെ പണം സംഘടിപ്പിച്ച് അത് മുഴുവൻ തട്ടിപ്പാക്കി മാറ്റി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. യൂത്ത് കോൺഗ്രസ് ഒരു കാശ് വിരിച്ചു. അന്ന് കാശ് വിരിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ ഇപ്പോൾ പുറത്തിറങ്ങാൻ വയ്യാതെ നിൽക്കാൻ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നേ ഇല്ല. പക്ഷേ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നതിന് ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലെ ജനങ്ങൾ നല്ല മറുപടി പറയും. വയനാട്ടിലെ ഈ ടൗൺഷിപ്പ് കേരളമാകെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കോൺഗ്രസിൻ്റെ ഈ ജനാധിപത്യ വിരുദ്ധവും സുതാര്യമല്ലാത്തതുമായ ഫണ്ട് പ്രവർത്തനത്തെക്കുറിച്ച് അവർക്ക് മറുപടി പറയേണ്ടി വരും. എത്ര ആളെയാണ് പറ്റിച്ചിരിക്കുന്നത്? സ്ഥലം ശ്രുതി എല്ലാവരും നഷ്ടപ്പെട്ട ഒരാളായിരുന്നു. അവളന്ന് കോഴിക്കോട് ജോലി ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ ശ്രുതിക്ക് പിന്നീടൊരു അപകടവും ഉണ്ടായി. അവർ പ്രതിസുത വരൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അപകടത്തിൽ മരിച്ചുപോയി എന്ന് കാണാൻ വേണ്ടി കഴിയും. അവരെ വാഹനത്തിൽ നിർത്തിക്കൊണ്ടാണ് സ്ഥലം MLA പറഞ്ഞത് 120 ദിവസം കൊണ്ട് വീട് പണിത് പൂർത്തിയാക്കി കൊടുക്കും. വീടുമില്ല, പണി ഒന്നും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അതെ, എല്ലാവർക്കും കാണാൻ കഴിയുമല്ലോ, അന്നത്തെ വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, വേറൊരു സ്ഥാപനമാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ അവർ പത്രസമ്മേളനം നടത്തി പറയില്ലേ? ആ ഉത്തരവാദിത്തം എല്ലാം ഏറ്റെടുത്ത് ഞാനാണ് ഇതിൻ്റെ ആളെന്ന് നാട്ടുകാരെയും ലോകത്തെയും അറിയിക്കാൻ വേണ്ടി എന്തിൻ്റെയും മുമ്പിൽ കയറി നിന്ന് ഞാനാണിത് ചെയ്യുന്നെന്ന രീതിയിലേക്ക് ഒരു പ്രചരണം സംഘടിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. പക്ഷേ ആ ധാർമ്മിക ഉത്തരവാദിത്തം നിന്ന് എങ്ങനെയാണ് സിദ്ദിഖിന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയുക? നിങ്ങളൊക്കെ ആ കൂവല് നിർത്താൻ ശ്രമിക്കുന്നത് ഞാനിവിടെ നേരിട്ട് കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ കുറെ മനുഷ്യരെങ്കിലും ചിന്തിക്കുന്നതായിരിക്കും അർഹതപ്പെട്ട ഒരു സ്വീകരണമാണ് കിട്ടിയത് അല്ലേ? സിദ്ദിഖ് MLA എന്ന നിലക്ക് തലേ ദിവസം പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ട് ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന്. അങ്ങനെ അപമാനിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഉയർന്നു വന്നൊരു പ്രതികരണമാണ്. അങ്ങനെയാണെങ്കിൽ പോലും അത് ഉണ്ടാകരുതെന്നായിരുന്നു ഞങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നത്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു മാസ് സൈക്കോളജിയാണത്. രോഷമാണ് പൊതുവേ അങ്ങ് ഉയർന്നു വന്നതാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി കഴിയും. അതെ, അദ്ദേഹം അന്ന് സത്യം പറഞ്ഞു. ആ സത്യം ഇപ്പോൾ ശരിയായി. ഞങ്ങൾ കല്ലിട്ട് ആളെ പറ്റിക്കുകയാണെന്ന് MLA പറഞ്ഞത് പൂർണ്ണമായി ശരിയാണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇങ്ങനെ ആളെ പറ്റിക്കാൻ, ജനങ്ങളെ പറ്റിക്കാൻ പിരിച്ച കാശ് കരുണാകരൻ്റെ പേരിൽ പൈസ പിരിച്ചിട്ട് മുഖ്യ ആൾക്കാരാണ് കോൺഗ്രസ് നേതൃത്വം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതൊരു ധാർമ്മികതയുടെ കൂടി വിഷയമാണ്. രാഷ്ട്രീയം ഇങ്ങനെയാണോ, രാഷ്ട്രീയ പ്രവർത്തകർ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള വിഷയമാണ്. ഇന്ത്യയിൽ നിന്നും പുറത്തു നിന്നും മലയാളികളും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ കൊടുത്ത പൈസയാണ്. എവിടെയാണെന്ന് കാണാതെ, തുമ്പും പാലും ഇല്ലാതെ, ആരെ കയ്യിലാണെന്നറിയാതെ അത് മുഴുവൻ ഇല്ലാതായിപ്പോയി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആരൊക്കെയാണ് തട്ടിയെടുത്തെന്ന് പറയാൻ കഴിയണ്ടേ? ഈ കാര്യങ്ങളെല്ലാം വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിരുന്നു സിദ്ദിഖിനറിയാം. അദ്ദേഹം അത് മറച്ചു വെച്ചില്ലേ? ആളുകളെ പറ്റിക്കാൻ വേണ്ടി നിന്നില്ലേ? സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളെയല്ലേ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണല്ലോ ഇത്. ആ മണ്ഡലത്തിലെ ദുരന്തബാധിതരെയല്ലേ പറ്റിക്കുകയും അവരെ കബളിപ്പിക്കുകയും ചെയ്തില്ലേ? ഇതിനെല്ലാം വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയവുമില്ല.